നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുവാൻ ശ്രമിക്കുക. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. വായനയിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ മുഖമോ അല്ലെങ്കിൽ അവരുടെ ശബ്ദമോ സംസാര രീതിയോ മറ്റെന്തെങ്കിലും അവരെ റിലേറ്റ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെ കാണുവാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകന്നു പോയതിനെക്കുറിച്ച് ഈ വ്യക്തി വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ പകൽ സമയം മുഴുവനും ഈ വ്യക്തി സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് നടക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിൽ വളരെയധികം തിരക്കേറിയ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളെ മറക്കാൻ ശ്രമിക്കും തോറും ഈ വ്യക്തി കൂടുതൽ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രാധാന്യവും അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വളരെ പ്രത്യേകതയോടുകൂടി പറയാൻ സാധിക്കുന്നത്. കാരണം പകൽ സമയത്തൊക്കെ ഈ വ്യക്തി പല കാര്യങ്ങളിലും ഡിപ്പെൻഡഡ് ആണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒന്നിനെക്കുറിച്ചും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ രാത്രി കാലങ്ങളിലും ഈ വ്യക്തി ഒരുപക്ഷെ എല്ലാം മറക്കുവാൻ വേണ്ടി മദ്യപിച്ച് കിടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് നല്ല രീതിയിൽ ആഘോഷിച്ച് അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിയെ ഓരോ ദിവസവും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സ് നന്നാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പോസിറ്റീവായി വെക്കുവാൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ എന്തൊക്കെ ചെയ്താൽ പോലും അവസാനം ഒന്ന് സമാധാനമായി കിടക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നിദ്രയിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളാണെങ്കിൽ പോലും ഒരു പക്ഷേ രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കണം ഈ വ്യക്തിയെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ കൂടുതലും രാത്രി കാലങ്ങളിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്കാണെങ്കിലോ നിങ്ങളിലേക്ക് വരണം എന്ന് ചിന്തിക്കുമ്പോൾ പോലും ഉടനെ തന്നെ നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സംബന്ധിച്ച് ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത, ആശയവിനിമയം നിങ്ങൾക്കിടയിൽ നടത്തുന്നില്ലായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് എങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തിടുക്കമേറിയ മനസ്സ്, അല്ലെങ്കിൽ അതിനോടൊരു പ്രത്യേക താല്പര്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ കൊള്ളാം എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ശക്തമായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലും ഈ വ്യക്തി ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിലാണ്. അത് പകൽ സമയമായാൽ പോലും ഏതൊരു സാഹചര്യത്തിലായാൽ പോലും ഒറ്റയ്ക്കായിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തി വളരെയധികം വിഷമിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള മറ്റു വ്യക്തികളൊക്കെ കല്യാണം കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ പ്രണയാർദ്രമായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ റിലേറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഈ വ്യക്തി കാണുന്നുണ്ട്. അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ സന്തോഷമായി തൻ്റെ ഇണയോട് ചേർന്ന് ജീവിക്കുന്നതായിരിക്കാം. അങ്ങനെ വളരെയധികം മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷനോട് കൂടി ഈ വ്യക്തിയുടെ മനസ്സിലാണെങ്കിൽ പോലും ഊണിലും ഉറക്കത്തിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു ജീവന്റെ പാതി അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ വേണമെന്ന് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ മുഖമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് നിൽക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള വഴക്കുകളെല്ലാം മാറി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുമായി സന്തോഷിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു പിക്ചറാണ്, ആ ഒരു പടമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ആ ഒരു സൂര്യന്റെ ഊർജം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി സന്തോഷത്തോടു കൂടി മറ്റുള്ള വ്യക്തികളെ മനസ്സിൽ വെച്ച് സങ്കല്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യാനോ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് മുഴുവനുമായിട്ട് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സ്വപ്നങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളെ കല്യാണം കഴിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ജീവിതം ചെലവഴിക്കുന്നതായിട്ടോ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടൊക്കെ ഈ പേഴ്സൺ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചില രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഒരു കുടുംബ ജീവിതമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ച് ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴായിരിക്കുന്ന മോശപ്പെട്ട കാലഘട്ടം അല്ലെങ്കിൽ മോശപ്പെട്ട സാഹചര്യം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലും ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ വെറുതെ ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഒരു പക്ഷെ നിങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു വന്നതുകൊണ്ടായിരിക്കണം തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിച്ചു വന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ അമിതമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും എല്ലാ ദിവസവും ഈ വ്യക്തി മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള രീതിയിൽ. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഈ വ്യക്തി വേറെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ടാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പൊയ്ക്കോളൂ എന്നുള്ള രീതിയിൽ ചുറ്റിനുമുള്ള വ്യക്തികൾ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടാകണം. പക്ഷേ ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം, സന്തോഷം, സമാധാനം അത് മറ്റൊരു വ്യക്തിയിൽ നിന്നും ലഭിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സന്റെ കോണ്ടാക്ട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ മുൻ വൈരാഗ്യം വെച്ചിട്ടോ മുൻ ദേഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ ഓർത്ത് വെച്ചിട്ടോ ഈ വ്യക്തിയോട് ദേഷ്യപ്പെടാനോ ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ ഗുഡ് ബൈ പറയാനോ ഒന്നും നിൽക്കരുത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നടുത്താൽ കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വന്നാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് പോലും വളരെയധികം ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ്, വളരെ ഭാഗ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നതോടുകൂടി ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും ഈ പേഴ്സണ് വളരെയധികം പോസിറ്റീവാണ്. ഒരുപക്ഷെ അത് നേരിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം, തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി അതെല്ലാം തുറന്ന് സമ്മതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം തുറന്ന് സമ്മതിക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല മാറ്റങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകണം ഇതിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാകണം എന്നുള്ള രീതിയിൽ. ഒരുപക്ഷെ നിങ്ങളും രാത്രി കാലങ്ങളിൽ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടായിരിക്കണം നിങ്ങളും കിടക്കുന്നത്, നിദ്രയിലേക്ക് പോകുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ആ ഒരു എനർജി കണക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദിനം പ്രതി നിങ്ങളുടെ സാന്നിധ്യം ഇങ്ങനെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും ഈ വ്യക്തിക്ക് അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ സ്നേഹത്തിന്റെ പാനപാത്രം ഇപ്പോഴും ഈ വ്യക്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി, മറ്റാർക്കും കൊടുക്കാതെ.
പക്ഷെ അതിൻ്റെതായ തക്ക സമയത്ത് വരാമെന്നുള്ള രീതി, അല്ലെങ്കിൽ ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാതെ നിങ്ങളുമായിട്ട് ഒരു കൂടിച്ചേരലിന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനോടകം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഈ വ്യക്തിയുടെ മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.